നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഇത്തവണത്തെ യുഎഫ ചാമ്പ്യൻസ് ലീഗ് കിരീടം ആര് നേടും? ഇനിയും ഒരുപാട് ദൂരം മുന്നോട്ട് പോകാനുണ്ട്. റൗണ്ട് ഓഫ് 16 ആദ്യ പാദമേ കഴിഞ്ഞിട്ടുള്ളൂ. എങ്കിലും ഫസ്റ്റ് ലെഗ് കഴിയുമ്പോൾ കൂടുതൽ കിരീട സാധ്യത ആർക്കാണ്? നമ്മളൊരു പവർ റാങ്കിങ് പരിശോധിക്കുകയാണ്. goal.com പ്രസിദ്ധീകരിച്ച ഏറ്റവും പുതിയ പവർ റാങ്കിങ്. അതിൽ നിങ്ങൾക്കറിയാവുന്ന പോലെ ഏറ്റവും താഴെ ഉള്ള റാങ്കിൽ ലഭിക്കുന്നവർക്കാണ് ഏറ്റവും കുറഞ്ഞ കിരീട സാധ്യത. 16ാം സ്ഥാനത്ത് PSV ഐന്തോവൻ. അതിലാർക്കും വലിയ സംശയമൊന്നും ഉണ്ടാവില്ല. അവരിനി മുന്നോട്ട് പോകാനുള്ള സാധ്യത തീരെ കുറവാണ്. ആദ്യ പാദത്തിൽ ആഴ്സണൽ അവരെ എടുത്തിട്ട് അലക്കി 7-1 തീർത്തിരിക്കുന്നത്. സോ ഇനി ഡച്ച് ക്ലബ്ബ് മുന്നോട്ട് പോകും എന്ന് അധികം ആരും പ്രതീക്ഷിക്കുന്നുണ്ടാവില്ല. അവരുടെ കട്ട ഫാൻസ് പോലും അത് പ്രതീക്ഷിക്കുന്നില്ല. 15ാം സ്ഥാനത്താണ് ക്ലബ് ബ്രൂഗെ. കുതിപ്പ് നടത്തി റൗണ്ട് ഓഫ് 16ലേക്ക് എത്തിയ ടീമാണ് ക്ലബ് ബ്രൂഗെ. എങ്കിൽ പോലും റൗണ്ട് ഓഫ് 16 ആദ്യ പാദത്തിൽ ആസ്റ്റൺ വില്ല അവർക്ക് മേൽ ആധിപത്യം പുലർത്തുകയായിരുന്നു. 3-1 വിജയമാണ് ആസ്റ്റൺ വില്ല നേടിയിരിക്കുന്നത്. ക്ലബ് ബ്രൂഗയുടെ മുന്നോട്ടുള്ള പോക്കിനുള്ള സാധ്യത കുറവാണ്. 14ാം സ്ഥാനത്ത് ബയർ ലെവർക്യൂസൻ. വലിയ പ്രതീക്ഷ ബയർ ലെവർക്യൂസനിൽ ആരാധകർക്കുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണെങ്കിലും ആദ്യ പാദത്തിൽ കിട്ടിയ കിട്ടൽ 3-0 ബയൺ മ്യൂണിക് അവരെ തോൽപ്പിച്ചിരിക്കുന്നത്. ഈ 3 ഗോളുകളുടെ കടം വീട്ടി ഇനി സ്വന്തം മൈതാനത്ത് അവർ 4 ഗോൾ അടിച്ചൊക്കെ വിജയിച്ചു കയറി വരുമോ എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ്. നിലവിലെ അവസ്ഥയിൽ അവർ മുന്നോട്ട് പോകാനുള്ള സാധ്യത കുറവാണ്. അതുകൊണ്ട് തന്നെ അവരുടെ പവർ റാങ്കിങ് ഇപ്പോൾ 14ാം സ്ഥാനമാണ്. പവർ റാങ്കിങ്ങിൽ 13ാം സ്ഥാനത്ത് ഡച്ച് ക്ലബ്ബായിട്ടുള്ള ഫെനൂർദാണ് വരുന്നത്. ഫെനൂർദിനെ സംബന്ധിച്ചിടത്തോളം ഇന്റർ മിലാൻ പണി കൊടുത്തിരിക്കുകയാണ്. 2-0 വിജയമാണ് ഇന്റർ മിലാൻ ആദ്യ പാദത്തിൽ സ്വന്തമാക്കിയിരിക്കുന്നത്. അതും ഫെനൂർദിന്റെ മൈതാനത്ത് പോയാണ് ആ പണി കൊടുത്തിരിക്കുന്നത്. ഇനി ഇന്റർ മിലാന്റെ സ്വന്തം മൈതാനത്താണ് കളി ഉണ്ടാവുക. മുന്നോട്ട് പോവുക എന്നുള്ളത് ഫെനൂർദിന് ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്നർത്ഥം. 12ാം സ്ഥാനത്താണ് ബെൻഫിക്ക FC ബാഴ്സലോണയുമായിട്ടാണ് കളിച്ചത്. ആദ്യ പാദത്തിലെ ഒരു ഗോളിന് അവർ തോറ്റിരിക്കുന്നു. ഒറ്റ ഗോളിനെ തോറ്റുള്ളൂ എന്ന് പറയുമ്പോഴും ബാഴ്സലോണ 10 പേരായിട്ട് ചുരുങ്ങിയിട്ടും അവരെ വീഴ്ത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് പ്രശ്നം. അത് ബെൻഫിക്കയുടെ സ്വന്തം മൈതാനത്തെ കളിയായിരുന്നു. ഒറ്റ ഗോളിൻ്റെ അഡ്വാൻറ്റേജ് ബാഴ്സക്കുള്ളൂ എന്ന് പറയുമ്പോഴും രണ്ടാം പാദം നടക്കുന്നത് ബാഴ്സയുടെ മൈതാനത്താണെന്ന കാര്യം കൂടി ഓർക്കുമ്പോൾ ബെൻഫിക്ക മുന്നോട്ട് പോകാനുള്ള സാധ്യത അവിടെ കുറയുകയാണ്. 11ാം സ്ഥാനത്താണ് ബൊറൂസിയ ഡോട്ട്മുണ്ട് ഉള്ളത്. ബൊറൂസിയ ഡോട്ട്മുണ്ട് ലില്ലി OSCക്കെതിരെ അനായാസം വിജയിച്ചു കയറുമെന്നാണ് പലരും പ്രവചിച്ചിരുന്നെങ്കിലും 1-1 സമനിലയാണ് ആദ്യ പാദത്തിൽ. ഒരു പക്ഷേ റൗണ്ട് ഓഫ് 16 അവർ കടന്നേക്കാം. പക്ഷേ പിന്നീടുള്ളവരുടെ മുന്നോട്ട് പോക്ക് ഇപ്പോൾ സംശയത്തിലാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. 10ാം സ്ഥാനത്ത് ലില്ലി OSC വരുന്നു. ലില്ലിയുടെ കാര്യത്തിലും കുതിപ്പ് റൗണ്ട് ഓഫ് 16 അപ്പുറത്തേക്ക് പോകുമോ എന്നുള്ളത് കണ്ടു തന്നെ അറിയണം. 9ാം സ്ഥാനത്ത് ആസ്റ്റൺ വില്ല ഒരു ഡ്രീം റണ്ണാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല. ക്ലബ് ബ്രൂഗയെ 3-1 തോൽപ്പിച്ചിട്ടുണ്ട്. അവർ റൗണ്ട് ഓഫ് 16 കടന്ന് ക്വാർട്ടർ ഫൈനലിലേക്ക് എത്തും. പിന്നീടുള്ള പോക്ക് എത്രത്തോളം എന്നുള്ളത് കണ്ടറിയണം. 8ാം സ്ഥാനത്താണ് പാരീസ് സെന്റ് ജർമ്മൻ. എന്തൊരു തീപ്പൊരി കളിയാണ് പാരീസ് സെന്റ് ജർമ്മൻ പുറത്തെടുത്തത് ലിവർപൂളിനെതിരെ. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അവർ ഒറ്റ ഗോളിന് തോൽക്കാനായിരുന്നു വിധി. ആലിസൺ ബെക്കറുടെ മാസ്മരിക പ്രകടനത്തിന് മുന്നിൽ അവർക്ക് പന്ത് വലയിലേക്ക് എത്തിക്കാൻ കഴിയാതെ പോയി. എങ്കിലും ആൻഫീൽഡിൽ പോയി തിരിച്ചടിക്കുമെന്ന് ലൂയിസ് എൻറിക്കെ പറയുന്നുണ്ട്. കാത്തിരുന്ന് കാണാം എന്തു സംഭവിക്കുമെന്ന്. ആൻഫീൽഡിൽ പോയി ജയിച്ചു കയറുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. 7ാം സ്ഥാനത്ത് ആഴ്സണൽ. പവർ റാങ്കിങ്ങിൽ 7ാമത് ആഴ്സണൽ. ശരിയാണ്, റൗണ്ട് ഓഫ് 16 ആദ്യ പാദം അവർ 7-1 വിജയിച്ചിട്ടുണ്ട്. എങ്കിലും അവർക്ക് എത്ര ദൂരം മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ളത് കണ്ടറിയേണ്ടതുണ്ട്. ക്വാർട്ടർ ഫൈനൽ ഉറപ്പാണ്. അതിനപ്പുറത്തേക്ക് എത്രത്തോളം. 6ാം സ്ഥാനത്ത് അത്ലറ്റിക്കോ മാഡ്രിഡ് ഇപ്പോൾ യുവേഫ ചാമ്പ്യൻസ് ലീഗിലും ലാലിഗയിലും ഒക്കെ കരുത്തുറ്റ പ്രകടനം നടത്തി മുന്നോട്ട് വന്നതാണ്. പക്ഷേ റൗണ്ട് ഓഫ് 16 ആദ്യ പാദത്തിൽ അവർ തോറ്റിരിക്കുകയാണ്. 2-1 തോൽവിയാണ് റയൽ മാഡ്രിഡിനോട് ഏറ്റുവാങ്ങിയിരിക്കുന്നത്. എങ്കിലും അവർക്ക് പ്രതീക്ഷകളുണ്ട്. സ്വന്തം മൈതാനത്താണ് രണ്ടാം പാദം. ഒറ്റ ഗോളിന്റെ കടമയുള്ളൂ. അത് വീട്ടി മുന്നോട്ട് പോകാൻ കഴിയുമെന്ന പ്രതീക്ഷ അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ കടുത്ത ആരാധകർക്കുണ്ട്. പക്ഷെ എതിരാളികൾ റയലാണെന്ന് ഓർക്കുമ്പോഴാണ് പ്രശ്നം. റയൽ മാഡ്രിഡും യുവേഫ ചാമ്പ്യൻസ് ലീഗും അത് വല്ലാത്തൊരു ഡെഡ്ലി കോംബോയല്ലേ. 5ാം സ്ഥാനത്ത് ലിവർപൂളിന്റെ കാര്യം. അവർ ഒരു ഗോളിന് ജയിച്ചു കയറി PSG അല്ലായിരുന്നെങ്കിൽ ഒരു വമ്പൻ മാർജിനിൽ തോൽവി അവർ അർഹിച്ചിരുന്നതാണ് യാഥാർത്ഥ്യം. പക്ഷേ ഗോൾ കീപ്പർ ആലിസൺ ബെക്കറുടെ മാസ്മരിക പ്രകടനം കണ്ടില്ലെന്ന് നടിക്കാനും പറ്റില്ലല്ലോ. ലിവർപൂൾ ഈ സീസണിലും ഇന്നും പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുന്ന ടീമാണ്. ഇപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും അവർ പാരീസിൽ നിന്ന് വിജയിച്ചുകൊണ്ട് തന്നെയാണ് മടങ്ങി വന്നിരിക്കുന്നത്. മുന്നോട്ട് പോകാനുള്ള എല്ലാ സാധ്യതയും അവിടെ തുറന്നിടപ്പെടുകയാണ്. 4ാമത് ബയൺ മ്യൂണിക്കുണ്ട്. ബയൺ മ്യൂണിക്കിനെ സംബന്ധിച്ചിടത്തോളം അവർ ആദ്യ പാദത്തിൽ വൈരികളായിട്ടുള്ള ബയർ ലെവർക്യൂസനെ 3-0 തോൽപ്പിച്ചിരിക്കുന്നു. റൗണ്ട് ഓഫ് 16 ക്വാർട്ടർ ഫൈനൽ ഉറപ്പാണ്. അതും കഴിഞ്ഞ് അവർ എത്ര ദൂരം മുന്നോട്ടേക്ക് പോകും നമുക്ക് കാത്തിരുന്ന് കാണാം. അടുത്ത 3ാം സ്ഥാനത്ത് വരുന്ന ടീം ഇന്റർ മിലാനാണ്. ലൗട്രോ മാർട്ടിനസ് ചരിത്രം കുറിച്ചിരിക്കുകയാണല്ലോ ഇപ്പോൾ. ഇന്റർ മിലാന് വേണ്ടി യുവേഫ ചാമ്പ്യൻസ് ലീഗിന്റെ ചരിത്രത്തിൽ ഏറ്റവും അധികം ഗോളുകൾ നേടിയ താരം എന്ന റെക്കോർഡിലേക്ക് അദ്ദേഹം കടന്നുപോയിരിക്കുകയാണ്. ഏതായാലും ഇന്റർ വലിയ ആവേശത്തിലാണ് കുതിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് പവർ റാങ്കിങ്ങിൽ 3ാം സ്ഥാനം കൊടുക്കുമ്പോൾ
പവർ റാങ്കിങ്ങിൽ കിരീട സാധ്യതയിൽ രണ്ടാമത് ഇപ്പോൾ goal.com അവതരിപ്പിക്കുന്നത് റയൽ മാഡ്രിഡിനെയാണ്. ഒരുപാട് പരിക്കിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും കാർലോ ആഞ്ചലോട്ടി ആ ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന രീതി കണ്ട് പഠിക്കേണ്ട ഒന്ന് തന്നെയാണ്. എന്തായാലും ഒരു ഗോളിൻ്റെ അഡ്വാൻറ്റേജ് റൗണ്ട് ഓഫ് 16 ആദ്യ പാദത്തിലുള്ളൂ. അവരത് മെട്രോപൊളിറ്റനോയിൽ പോയി വീണ്ടും വർദ്ധിപ്പിക്കുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകരുള്ളത്. റയലാകുമ്പോൾ കിരീടത്തിൽ കുറഞ്ഞതൊന്നും യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ അവർ ലക്ഷ്യം വെക്കുന്നില്ല. എന്നാൽ ഒന്നാം സ്ഥാനത്ത് ഏറ്റവും അധികം കിരീട സാധ്യത ഇപ്പോൾ കണക്കാക്കപ്പെടുന്ന FC ബാഴ്സലോണക്കാണ്. ബെൻഫിക്കയ്ക്കെതിരെ ഒറ്റ ഗോളിൻ്റെ വിജയമേ ഉള്ളൂ എന്നത് ശരിയാണ്. പക്ഷേ രണ്ടാം പാദത്തിൽ അവർ സ്വന്തം മൈതാനത്ത് കൂടുതൽ ഗോളുകൾ നേടി വിജയിച്ച് കയറി റൗണ്ട് ഓഫ് 16 പിന്നിട്ട് ക്വാർട്ടർ ഫൈനലിലേക്ക് എത്തും. അവിടെ നിന്ന് അവർ സെമിയിലേക്ക് എത്തും. പിന്നെ ഫൈനലിൽ പോയി കിരീടം ചൂടുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ആരാധകർ. അവരുടെ ആ ഒരു ഡ്രോ കൂടുതൽ അനായാസമാണ് എന്നുള്ളതാണ് ഇങ്ങനെ കിരീട സാധ്യത വർദ്ധിക്കാനുള്ള കാരണം. എന്നാൽ നിങ്ങൾക്ക് ഇതിൽ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാവും. കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക. ആരോഗ്യകരമായ ഫുട്ബോൾ ചർച്ചകളുമായി നമുക്ക് മുന്നോട്ട് വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.